പറയുന്ന ഒരു സംഭവമാണ് ഈ തയ്യൽ മെഷീൻ്റെ നൂല് പൊട്ടുന്നു എന്നുള്ള കാര്യം. നമുക്ക് ഈ ഒരൊറ്റ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ആ നൂല് ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലെ നൂല് പൊട്ടിച്ച് നമുക്ക് മാറ്റാം എന്ന് നോക്കാം. ചെറിയ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ മെക്കാനിക്കിനെ സമീപിക്കുകയും അവർക്ക് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും. അവർ ഈ ഷട്ടിലിൻ്റെ ടൈമിംഗ് ഒക്കെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് സൂചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് നേരെ ഇട്ടിട്ട് അവർ പൈസ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നൂല് പൊട്ടാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ പ്രഷർ ബോട്ട് നമ്മളിങ്ങനെ പൊക്കിയിട്ട് രണ്ട് കൈ കൊണ്ടും വലിച്ച് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളിത് ഇവിടെ ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതുപോലെ നൂലുകൾ സ്പീഡിൻ്റെ നൂലൊക്കെ ഇത്രയും കൂടിയതൊക്കെ വരുമ്പം, വലിയ നൂല് വരുമ്പോഴും ഇതുപോലെ ചെറിയ നൂല് വരുമ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ നൂലൊക്കെ നമുക്ക് ചുറ്റുമ്പോൾ ചുരുണ്ട് വരാറുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ പ്ലേ കൂടുതലും കുറവും കാരണമാണ് ഈ നൂലുകൾ നമുക്ക് ചുരുണ്ട് വരുന്നത്. നേരെ മറിച്ച് പവർ മെഷീൻ ആണെങ്കിൽ, പവർ മെഷീനെ ഞാനൊന്ന് കാണിക്കാം. പവർ മെഷീനിൽ നമ്മൾ സ്പീഡിൽ തയ്ക്കുമ്പം അത് ചുറ്റാതിരിക്കാൻ വേണ്ടി ഒന്ന് നമ്മൾ ത്രെഡ് സ്റ്റാൻഡ് വഴി നൂല് ഇതുവഴി ഇട്ട് ഈ സ്റ്റാൻഡ് വഴി ഇട്ടാണ് എടുക്കുന്നത്. ഇതുവഴി ഇട്ട് ഈ നൂലിങ്ങനെ കറങ്ങി വന്ന് ഇതുണ്ടോ, നമ്മൾ ഇവിടെ രണ്ടിടത്ത് ഇത് കോർക്കും, നൂല് ചുറ്റായിരിക്കും. എന്നിട്ട് ഇവിടെയും ടെൻഷൻ സെറ്റിൻ്റെ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഒരു ടെൻഷൻ സെറ്റുണ്ട്, ഇത് തൊട്ട് താഴെ ഒരു ടെൻഷൻ സെറ്റുണ്ട്. ഇത് രണ്ടെണ്ണം കവർ ചെയ്യും ചുറ്റിയതിന് ശേഷമാണ് നമ്മൾ നീഡിലേക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ ചെറിയ മെഷീനിൽ അങ്ങനൊരു സംഭവം സജ്ജീകരണം ഇല്ലാത്തത് കൊണ്ട് ആ നൂല് ചുരുണ്ട് വരാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചെറിയ മെഷീനിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നൂല് നമ്മളെടുക്കും, നമുക്ക് കോർക്കുമ്പം തന്നെ നൂലറിയും. ഈ നൂല് ഒരു ചുറ്റുന്നൊരിതുണ്ട്, നൂല് നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ട് നൂല് ഉടക്കുന്നത് കണ്ടോ ഇതുപോലെ. അപ്പോൾ സ്പീഡിൽ നമ്മൾ തയ്ക്കുമ്പോൾ ഈ നൂലിങ്ങനെ ചുറ്റുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ നൂലിങ്ങനെ വലിച്ചെടുത്തിട്ട് നൂല് ഇതുപോലെ ഇടുമ്പം ഈ നൂലിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനൊരു ചുറ്റൽ വരും. സ്പീഡിൽ നമ്മൾ തയ്ക്കുന്നത് കണ്ടോ, ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ട്, ഇതുപോലൊരു ചുറ്റലിങ്ങനെ വരും നൂലിൽ, ചുറ്റി നൂലിങ്ങനെ വരും. അപ്പോൾ ആ നൂലെന്ന് പറഞ്ഞാൽ ചെറിയ മെഷീനിൽ അതൊരു പിടുത്തമില്ലാതെ വരുമ്പോൾ ഇത് ഈ ടെൻഷൻ സെറ്റിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോഴാണ് നമുക്ക് ഈ നൂല് ചുറ്റൽ വരും. നമ്മളിങ്ങനെ ഇടുമല്ലോ, ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് വരുമ്പോൾ, വലിഞ്ഞിട്ട് ഇതിങ്ങനെ ലൂസ് വരും. നമ്മൾ തയ്ച്ചിട്ട് ഇങ്ങനെ നിർത്തുമ്പം ഇതുണ്ടോ, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഒരു ചുറ്റൽ വരും. ഈ ചുറ്റൽ വന്ന അംബ്രല മെഷീനിലാണെങ്കിലും ചെറിയ മെഷീൻ ഇതുപോലെ ചുറ്റിലിങ്ങനെ വന്നിട്ട് ഈ ടെൻഷൻ സെറ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ അടിക്കാണിക്ക് പ്രശ്നവും വരും. നമ്മുടെ മേളുഭാഗത്ത് ലൂസ് വരുമ്പോഴത്തേനും അത് പൊട്ടാനുള്ള സാധ്യത കണ്ടമാനം കൂടുതലാണ്. അതുകൂടാതെ വലിയ നൂല് നമുക്ക് നോക്കാം. വലിയ നൂല് സ്പീഡിൻ്റെ എടുക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു പ്ലേയുടെ വ്യത്യാസത്തിൽ ഇങ്ങനൊരു ചുറ്റൽ വരാൻ ഇതുകൊണ്ട് അടിവശത്തും ഇതിങ്ങനെ ചുറ്റിപ്പിടിക്കാനുള്ള സാധ്യത സ്പീഡിൽ കറങ്ങും കൂടുതലാണ്. ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതുവഴി ഇങ്ങനെ ചുരുണ്ട് വരും, ഇവിടെ അങ്ങനെ ചുരുണ്ട് വരും. ആ ചുരുളിച്ച് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചിലത് നൂല് ഓർക്കുമ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇവിടെയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കും. ഇവിടെ ഇങ്ങനെ ഇട്ട് വലിക്കുമ്പോൾ ഇതിങ്ങനെ നമുക്ക് ഒന്നല്ലെങ്കിൽ ഊരിപ്പോകും, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ടൈറ്റ് വന്നുകൊണ്ടിരിക്കും ഇവിടെ. അതിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ റബ്ബർ ബാൻഡ് ഇടുന്ന ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. പ്രഷർ ഇങ്ങനെ പൊക്കിയിട്ടിട്ട് പ്രഷറിൻ്റെ അകത്തു കൂടെ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ നൂല് നമ്മുടെ ഇതിൻ്റെ അകത്തോടെ എടുക്കുന്നു. ഈ നൂലിങ്ങനെ ഇതിൻ്റെ അകത്തോടെ എടുത്ത് ഈ റബ്ബർ ബാൻഡിൻ്റെ അകത്തോടെ എടുത്ത് കഴിയുമ്പോൾ ഒരു കാരണവശാലും നൂല് നമുക്ക് എത്ര സ്പീഡിൽ തയ്ച്ചാലും ഇതിങ്ങനെ കുരുങ്ങത്തില്ല. ഇല്ലേ, നമ്മൾ സ്പീഡിൽ തയ്ക്കുമ്പോഴാണ് ഇങ്ങനെ ചുരുളും കണ്ടോ, ഇങ്ങനെ ചുരുണ്ട് വരുമ്പോഴാണ് ഇത് വിഷയം. നേരെ മറിച്ച് ഈ റബ്ബർ ബാൻഡൂടെ അകത്തോടെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റി ഇതുവരെ എടുത്തിട്ട് എത്ര സ്പീഡിൽ നമ്മൾ തയ്ച്ചാലും ശരി ഒരു കാരണവശാലും നൂല് പൊട്ടത്തേയില്ല. അത്രത്തോളം ഇതിൽ നമുക്ക് ഈ റബ്ബർ ബാൻഡിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ നൂല് പൊട്ടുന്നവരും നൂല് ചുരുങ്ങി പിടിക്കുകയും അടിക്കാണി ഈ മേളിലത്തെ ഈ കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ റബ്ബർ ബാൻഡിൻ്റെ അകത്തൂടെ സൂചിയിലൊന്ന് കോർത്ത് നോക്കുക. നല്ല സുഗമമായ രീതിയിൽ നമുക്ക് തയ്ക്കാൻ പറ്റും.
അതിന് ശേഷം നിങ്ങൾ പിന്നെയും പൊട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് പൈസ മടക്കിയാൽ മതി. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് തന്നെ ഷട്ടിൽ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന കാര്യവും ഞാൻ പറഞ്ഞു തരാം. അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ നമ്മൾ മെക്കാനിക്കിനെ വിളിച്ച് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഷട്ടിലിൻ്റെ അകത്ത് നൂല് കയറുന്ന കാര്യങ്ങളും പിന്നെ വീല് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അടുത്ത വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അത് നിങ്ങൾക്ക് എന്താണ് സംശയം, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നൂല് പൊട്ടുന്നതിനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് വെറുതെ പൈസ കളയാതെ, മെക്കാനിക്കിനെ ഞാൻ കുറ്റം പറയുകയോ ഇല്ല അവരുടെ ഇത് പറയുകയല്ല, നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഈ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് നൂല് പൊട്ടുന്നതെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഈ വക രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.